എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 59, 60, 61, 62, 63 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കാളിയനെ ഭഗവാൻ അവിടുന്ന് ആ വ്രതത്തിൽ നിന്ന് രമണക ദ്വീപത്തിലേക്ക് പറഞ്ഞയക്കുന്നു. കാളിയൻ പറയുന്നു, അവിടുന്ന് അടിയനെ ശിക്ഷിക്കുകയാണെങ്കിലും അനുഗ്രഹിക്കുകയാണെങ്കിലും രണ്ടായാലും വിരോധമില്ല. അവിടുന്ന് തന്നെയല്ലേ ഈ സ്വഭാവം, സർപ്പത്തിന്റെ ഈ ഘോരത്വം അടിയന് തന്നത്. എല്ലാ സ്വഭാവങ്ങളും, ശാന്തത്വം, ഘോരത്വം, മൂഢത്വം, ഇതൊക്കെ സ്വഭാവങ്ങള് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് അവിടുന്ന് തന്നെയല്ലേ കാരണം എന്ന് പറയുന്നു. എന്തായാലും അവിടുന്ന് മാത്രമാണ് അടിയങ്ങൾക്ക് ആശ്രയം. സർവജ്ഞനും ജഗദീശ്വരനുമായ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വര. അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിധേഹിന. ലോകത്തില് കാണപ്പെടുന്ന ശാന്തത്വം, ഘോരത്വം, മൂഢത്വം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഭേദങ്ങളൊക്കെ അതിനൊക്കെ കാരണം അവിടുന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ലോകേശ്വരൻ അവിടുന്നല്ലേ. നിന്തിരുവഴിയാൽ കൽപ്പിക്കപ്പെട്ട സ്വഭാവത്തിന് അധീനന്മാരായിട്ട് ഞങ്ങള് അശുഭം ആചരിക്കുന്നു എന്നുള്ള വിചാരം അങ്ങക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപരാധികളല്ലെന്ന് കരുതി ഞങ്ങളെ അനുഗ്രഹിക്കും. ഓരോരുത്തരും അവരവരുടെ ആ രൂപത്തിന്റെ ജനനത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചല്ലേ ഞങ്ങളെ അങ്ങനെയല്ലേ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങള് ചെയ്യുന്നത് എന്ന് അങ്ങക്ക് വിചാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അപരാധികളല്ലെന്ന് കരുതി ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതല്ല ഞങ്ങൾ സ്വതന്ത്രന്മാരും അത് നിമിത്തം അപരാധികളും ആണെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ദണ്ഡിച്ചോളൂ. ഇത് രണ്ടും തീർച്ചപ്പെടുത്താനും നിഗ്രഹ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ പ്രയോഗിക്കാനും സർവജ്ഞനും ജഗദീശ്വരനുമായ നിന്തിരുവടിയല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നു കാളിയൻ. ശ്രീശുക ഉവാച ഇത്യാകർണ്യവജപ്രാഹ ഭഗവാൻ കാര്യമാനുഷ. നാത്ര സ്ഥേയം ത്വയാ സർപ്പ സമുദ്രം യാഹിമാചിരം. സ്വജ്ഞാത്യപത്യധാരാഢ്യോ ഭുജ്യതാം നദി. ഈ സംസാര സാഗരത്തിൽ കിടന്നിങ്ങനെ ആ അജ്ഞത മൂലം ചുറ്റിത്തിരിയുന്ന ജീവന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാനിതാ മനുഷ്യ അവതാരം സ്വീകരിച്ച് പല പല ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാർത്ഥത്തിലെ ജ്ഞാനാദികളായ ഐശ്വര്യങ്ങളുടെ പരിപൂർണ സ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ സർപ്പവാക്യം കേട്ടപ്പോ അവനെ അനുഗ്രഹിക്കാൻ തന്നെ നിശ്ചയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ സർപ്പ, നീ ഇനി മേലെ ഈ കാളിന്തിയിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് നീ പോണം. ഇതിലെ ജലം മനുഷ്യ പക്ഷി മൃഗാദികൾക്ക് അനുഭവിക്കാനായിട്ട് ഉപകരിക്കണം. എല്ലാവർക്കും, കുട്ടികൾക്ക് ഇതിൽ നീന്തി കളിക്കണം, പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും ഉപകരിക്കുന്നതാവണം ഇനി ഈ ജലം. ഇങ്ങനെ വിഷം കലിക്കാൻ പറ്റില്ല. നീ നിന്റെ കൂട്ടരോടും ഭാര്യ മക്കളോടും കൂടി ചേർന്ന് സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് വേഗം പോയിക്കോളൂ എന്ന് ഭഗവാൻ കാളിയനോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഏതൽ സംസ്മരേന്മർത്യ തുഭ്യം മദനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോ നയുഷ്മൽ ഭയമാപ്നുയാൽ. നീ കാളിയന്തില് താമസിക്കുന്നത് ജനങ്ങൾക്ക് ദ്രോഹമാണ്. നിന്റെ സ്ഥാനമായിട്ടുള്ള രവണക ദ്വീപിലേക്ക് തന്നെ പോകണം. നിന്റെ ശിരസിലെല്ലാം എന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗരുഡലിൽ നിന്നൊന്നും നീ ഭയപ്പെടണ്ട. പിന്നെ ഈ കാളിയമർദ്ദനം കഥ സ്മരിക്കുന്നവർക്ക് സർപ്പങ്ങളിൽ നിന്നും ഒരു വിധത്തിലും ഭയം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു ഭഗവാൻ. അവര് ചോദിച്ചുല്ലോ, സർപ്പ ഭാര്യമാര്, ദാസികളായിട്ടുള്ള ഞങ്ങള് അങ്ങയുടെ എന്ത് കൽപ്പനയാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിന്റെ സമാധാനം പറയാ. ഞാൻ നിങ്ങളെ ശാസിച്ച ഈ കഥ ഏതൊരു മനുഷ്യൻ പ്രാതകാലത്തും സായങ്കാലത്തും സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുമോ ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ ഈ ലീലാകീർത്തനം ആ മനുഷ്യന്റെ ഭയത്തിന് നാശമായിട്ട് ഭവിക്കണം. സർപ്പഭയം അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നിങ്ങൾ ഓർമ്മ വെച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അതും കൂടി പറഞ്ഞിട്ട് കാളിയനോട് അവിടുന്ന് പോകാൻ പറയുകയാണ് ഭഗവാൻ.
യോസ്മിൻ സ്നാത്വാ മദാ ക്രീഡേ ദേവാദീൻ തർപ്പയേ ജലൈ ഉപോഷ്യ മാം സ്മരന്നർച്ചേൽ സർവപാപൈ പ്രമുച്യത്തെ. കാളിയൻ ഈ സ്ഥലത്തില് വസിക്കരുത് എന്നുള്ളതിന് വേറൊരു കാരണം കൂടി ഭഗവാൻ പറയാ. ഞാൻ ഇറങ്ങി ക്രീഡിച്ച ഈ ഹ്രദത്തിൽ തീർത്ഥസ്നാനത്തിനായി വന്ന് തീർത്ഥ ഉപവാസം ചെയ്ത് ഇതിൽ കുളിക്കുകയും ഇതിലെ ജലം കൊണ്ട് ദേവന്മാര് പിതൃക്കളെ മുതലായവർക്ക് തർപ്പണം ചെയ്യുകയും എന്നെ മനസാ സ്മരിച്ച് പൂജിക്കുകയും ചെയ്യുന്നവൻ മനസാ വാചാ കർമ്മണ സംഭവിച്ച സർവ പാപങ്ങളും നശിച്ച് പരിശുദ്ധനായിട്ട് ഭവിക്കും. ഇനി പിന്നെ ഒരിക്കലും പാപം ചെയ്യാനുള്ള ഒരു വാസന കൂടി അവന് ഉണ്ടാവില്ല. അങ്ങനെ ലോകത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ നീ ഇതിൽ നിന്ന് പോണ്ടേ, ഇതിൽ നിന്ന് കുറെ ദൂരെ പോകണം. അതിനാൽ നീ ഈ സ്ഥലം വിട്ടു പോകണം. ദ്വീപം രമണകം ഹിത്വാ ഹ്രതമേതദുപാശ്രിത യദ്ഭയാൽ സ സുപർണസ്ത്വാം നാദ്യാൻ മത്പാദലാഞ്ചിതം. കാളിയൻ ഇങ്ങനെ ഗരുഡനെ ഭയന്നിട്ടാണ് ആ രമണക ദ്വീപത്തെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നത്, രമണകത്തുനിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അവിടെ പോയാൽ വീണ്ടും ഗരുഡൻ ഉപദ്രവിക്കില്ലേ എന്നുള്ള വിചാരം കൊണ്ട് കാളിയനാകെ വിഷമായി. അപ്പൊ ഭഗവാൻ എന്താ കാളിയനെ ആശ്വസിപ്പിക്കുക. യാതൊരുത്തന്റെ പീഡ സഹിക്കാൻ കഴിയാതെ ഭയപ്പെട്ട് രമണകം വിട്ട് നീ ഇവിടെ വന്നുപോ. ഇനിമേൽ അവിടെ പോയാൽ ആ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ കാലടികളിലുള്ള ആ വജ്രാങ്കുശാദി രേഖകള് നിന്റെ ശിരസിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ അടയാളം കണ്ടാൽ നീ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് എന്റെ ഭക്തനായ ഗരുഡൻ അറിയും. അതുകൊണ്ട് നിന്നെ ഗരുഡൻ ഉപദ്രവിക്കില്ല. ഇതാണ് എന്റെ ഭക്തന്മാരുടെ സ്വഭാവം. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവർ അവരുടെ പൂർവ്വ വൈരികളായാൽ കൂടി അവരെ ആത്മീയന്മാരായി കരുതും എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.